ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ നിൽക്കുന്നത് അടുക്കളമൂല ജംഗ്ഷനിലാണ്. ഇവിടെ തന്നെ 40 വർഷമായിട്ട് നമുക്കിവിടെ ഒരു കച്ചവടക്കാരെ പരിചയപ്പെടുന്ന ഒരു ഫ്രൂട്ട്സ് കച്ചവടമാണ്. ഈ പുനലൂർ മേഖലയിൽ 3 കിലോമീറ്റർ ദൂരെ ന്യായമായ വിലയിൽ ഇവിടെ ഫ്രൂട്ട്സ് കച്ചവടം ചെയ്യുന്ന ഒരു അബ്ദുള്ള കുട്ടി എന്ന വ്യക്തിയുടെ കടയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ കടയുടെ പേര് പ്രവാസി കുലുക്കി സർബത്ത് എന്ന കടയിലാണ്. ഇനി നമുക്ക് ആ കടയിലേക്കാണ് ഇപ്പം പോകാൻ പോകുന്നത്. അപ്പോൾ കടയുടെ പേര് പ്രവാസി കുലുക്കി സർബത്ത് എന്നാണ്. ഈ കടയുടെ വിശേഷങ്ങളാണ് നമ്മൾ ചോദിച്ചറിയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് വിൽക്കുന്നതെന്നാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ മുന്തിരിയുണ്ട്, ഓറഞ്ച് ഉണ്ട്, മാതളമുണ്ട്, പിന്നെ കൂടാതെ തന്നെ ആപ്പിളൊക്കെ അതാ തൂക്കി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് കൊലയായിട്ട്. പിന്നെ തണ്ണിമത്തനുണ്ട്. അപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്, അവരുടെ ഡീലിംഗ് അങ്ങനെ നമുക്ക് നോക്കാം. 80 കിലോ ആപ്പിള 220. ഇത് ആർച്ചേരി ആപ്പിള്, ഇത് ഇറാൻ ആപ്പിള്. വ്യത്യാസം നല്ല മധുരമുള്ള ആപ്പിളാണ്. 2-3 ദിവസം ഇരിക്കും. ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് ഇഷ്ടപ്പെട്ട ഐറ്റം എടുക്കാം. തെരഞ്ഞെടുക്കാൻ വേണ്ടി എല്ലാം നല്ല മാങ്ങകളാണ്. ഇത് മതിയാ? ഇത് 1,200 1 കിലോ പീസ് തന്നെ മതിയാ? ഇത് മതിയാ? ആപ്പിൾ നല്ല ഓക്കെ. ഞാൻ ഒരു 38-40 കൊല്ലം എടുക്കാറ്. ഇപ്പം 1.14 തന്നില്ലേ, അപ്പം ആദ്യത്തേക്ക് നഷ്ടമല്ലേ? അത് കുഴപ്പമില്ല. അതൊക്കെ മുൻതൂക്കം കൊടുത്താലേ ഇത് ഫ്രൂട്ട്സ് കച്ചവടം പറഞ്ഞാൽ തിരി മുൻതൂക്കം നമ്മളെ കടയിലെ പോലെയല്ലോ. നമ്മളെന്ന് പറഞ്ഞാൽ പാറ്റും ഇരിക്കുന്നതല്ലേ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും 100 ഗ്രാം 50 200 ഗ്രാം അത്ര ടൈറ്റായിട്ട് ആക്കില്ല. അത് ഇപ്പം ഇത് കൊടുക്കുന്നു. ഓക്കെ, എന്തായാലും എനിക്ക് കട ഇഷ്ടപ്പെട്ടു. ഇനി ഞങ്ങൾ വരുമ്പോ ഈ വഴിക്ക് വരുമ്പോ ശരി. ഓക്കെ, താങ്ക് യു. ഞാനിപ്പോ നിൽക്കുന്ന അടുക്കളമൂലയാണ്. ഇവിടെ ഫ്രഷ് സാധനങ്ങൾ ഇട്ടേക്കുന്നത് കണ്ടോണ്ട് കയറിയതാണ്. സാധനങ്ങൾ ഫ്രഷ് ആയത് മാത്രമല്ല, ഇവിടെ വിലയും വളരെ കമ്മിയാണ്. നിങ്ങള് എത്ര ഇവിടെ ആദ്യമായിട്ടാണോ ഇത് മേടിക്കുന്നത്? അതെ, ഞാൻ ഈ വഴി പോയപ്പോ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ തൂക്കിയിട്ടേക്കുന്നത് കണ്ടത് കൊണ്ട് ഇവിടെ കയറിയതാണ്. അപ്പം കയറിയപ്പോ കൊള്ളാം, എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളാണ്. അപ്പം വിലയും ചോദിച്ചപ്പം വളരെ വില കുറഞ്ഞ രീതിയാണ് പറഞ്ഞത്. ടൗണിനെക്കാട്ടിലും വില കുറഞ്ഞ രീതിയാണ് എനിക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്. പിന്നെ ഇദ്ദേഹം തൂക്കത്തിലും നല്ല തൂക്കം കൂടുതൽ നമുക്ക് ഇട്ട് തരുന്നുണ്ട്. നിങ്ങൾ ഇവിടെ എത്ര വർഷമായിട്ട് ഈ കട നടത്തുന്നുണ്ട്? അത് ഇവിടെ നടത്തുന്നിട്ട് ഇപ്പൊ വന്നിട്ട് 2-3 വർഷമായിരുന്നു. എന്റെ കട അപ്പുറത്തായിരുന്നു. 7 കൊല്ലം കൊണ്ട് അവിടെ. അതിനു മുമ്പ് ഞാൻ ടൗണിലായിരുന്നു. 10-38 കൊല്ലമായി. നിങ്ങൾ ഈ കടയെ കുറിച്ച് അറിഞ്ഞു കേട്ട് വന്നതാണോ അതോ അല്ലാതെ ഇങ്ങനെ പോകുന്ന വഴിക്ക്? ഇതിലെ പോയപ്പോൾ ഇത്രയും കുറച്ച് സാധനങ്ങൾ കിടക്കുന്ന ഒരു കൗതുകം തോന്നി വന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം വില അത്യാവശ്യം നല്ല വില കുറവും പിന്നെ സാധനങ്ങൾ നല്ല തൂക്കത്തിൽ തരുകയും ചെയ്യുന്നു. നിങ്ങൾ ടൗണിനെ വിലയെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഇവിടെയാണ് കുറവായിട്ട്? ഇവിടെയാണ് തീർച്ചയായിട്ടും കുറവായിട്ട് തോന്നിയത്. കാരണം ഞാൻ ടൗണിൽ നിന്ന് കഴിഞ്ഞ തവണ വാങ്ങിച്ചപ്പോൾ ഇതിലും 10-20 രൂപ കൂടുതലായിരുന്നു. ഓക്കെ. അതിപ്പോ മാങ്ങയുടെ റേറ്റ് വെച്ചുണ്ടായിരിക്കും. ചിലപ്പോ ആ ദിവസം ഇന്ന റേറ്റ് അങ്ങനെ ഉണ്ട്. നിങ്ങൾ വേറെ കടകളിൽ നോക്കിയിട്ടാണ് ഈ കടയിലേക്ക് വന്നത്? അതെ, ഞാൻ സ്ഥിരമായിട്ട് ഇതുപോലെ ഫ്രൂട്ട്സ് വാങ്ങിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇവിടെയാണ് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്. അതുപോലെ ഫ്രഷ് സാധനങ്ങളാണ്. ഒരു കേടുപാടുകളുള്ള ഒരെണ്ണം പോലും ഇതിനകത്തില്ല. നമുക്ക് തെരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം നല്ല സാധനങ്ങളാണ്. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങളിപ്പോ 10-40 വർഷമായിട്ട് പിന്നെ ഇവിടെ ഈ കട നടത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എങ്ങനെയാണ് ഇപ്പൊ ഇവർക്ക് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്, നിങ്ങൾ വളരെ ഇതായിട്ട് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന്റെ ലാഭം? മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ വാടകയ്ക്കാണോ അതോ അല്ലാതെ സ്ഥാപനമാണോ? ഇതിപ്പം വാടകയ്ക്കാണ്. കട വാടകയ്ക്കൊന്നല്ല. അപ്പുറത്തെ സാധനങ്ങൾ രാത്രി വാരി വെക്കാനായിട്ട് ചെറിയൊരു ഗോഡൗണായിട്ട് റൂം എടുക്കും. ഇതിൽ നമുക്ക് ശമ്പളക്കാരില്ല, കറണ്ട് വാടക, എല്ലാ കാര്യങ്ങളെല്ലാം ഒന്നുമില്ല. അതുകൊണ്ടൊക്കെ എനിക്ക് വേറെ കുറച്ച് മുൻതൂക്കം പോയ ഒരു വിഷയമില്ല. ഓക്കെ. നിങ്ങൾ ലാഭം കിട്ടുന്നുണ്ടോ? ഡെയിലി എത്ര രൂപയുടെ വിറ്റ് വരുമാനം ഉണ്ടാവുന്നുണ്ട്? ഡെയിലി ഇപ്പൊ ഈ മഴയൊക്കെ ആണെങ്കിൽ കച്ചവടം കുറവാണ്. നേരത്തേക്കാണ് നല്ല കച്ചവടമായിരുന്നു. വെയിൽ സമയത്ത് സീസൺ എല്ലാം ആയില്ലല്ലോ. ഇപ്പൊ മാങ്ങയുടെ സീസണാണ്. നമ്മുടെ ഇന്ത്യന്റെ ആപ്പിളൊക്കെ ഇറങ്ങുമ്പോഴും ഇന്ത്യന്റെ ഓറഞ്ച് ഒക്കെ ഇറങ്ങുമ്പോഴൊക്കെ നല്ല ബിസിനസ് ആണ്. അന്നൊരു 10 രൂപ 15 രൂപ 20 രൂപയ്ക്കകത്തൊക്കെ കളക്ഷൻ ഉണ്ട്. അത്രയില്ല. നല്ല ശരാശരി ഒരു 10,000-20,000 രൂപയ്ക്കകത്ത് സ്ഥിരം കസ്റ്റമറോട് വന്ന് പകുതി അടുത്തോളം സ്ഥിരം കസ്റ്റമർ തന്നെ. അപ്പൊ ഈ വഴിയെ പോകുന്ന ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ കട മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയേ ഉള്ളൂ.
ഓക്കെ. അവരുടെ അപ്പൊ കച്ചവടം ഇല്ലാത്ത ദിവസങ്ങളും ഇവിടെ ഉണ്ടോ? ആവറേജ് ഇല്ലായിരിക്കത്തില്ല. മറ്റു ഞാൻ ഞായറാഴ്ചയാണ് ഞാൻ തുറക്കും. എന്തെങ്കിലും തൊഴിലില്ലായ്മ വന്നാലും മാത്രമേ ഉള്ളൂ ഞാൻ കട അടച്ചത്. ഓക്കെ. അപ്പൊ എന്നും ഇതെല്ലാവർക്കും ഒരു പാവപ്പെട്ട ജനങ്ങൾക്ക് ഇതൊരു മുതൽക്കൂട്ട് തന്നെയാണ്. അത് തീർത്തും മുതൽക്കൂടാണ്. അത് ഒരാൾ കസ്റ്റമർ സാധനം വാങ്ങിയിട്ട് പൈസ ഇല്ലാന്ന് പറയുവാണെങ്കിൽ ഞാൻ കൊടുത്തോടും. പിന്നെ മേടിക്കും. ഓക്കെ. ഇപ്പൊ വന്ന കസ്റ്റമറോട് അതാ പറഞ്ഞു, നിങ്ങൾ കൊടുത്ത മാങ്ങ മുൻതൂക്കം ഇട്ടാണ് കൊടുത്തത്. അപ്പൊ അദ്ദേഹം ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ അദ്ദേഹത്തിനും ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതല്ലാതെ ഇനി വേറെ ഇത് ഏതൊക്കെ ടൈപ്പ് മാങ്ങകളാണ് നിങ്ങൾ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്? ടൈപ്പ് ഇഷ്ടം നമുക്കൊരു 3-4 ടൈപ്പ് മാങ്ങയുണ്ട്. അതായത് പല്ലുള്ളെന്ന് പറഞ്ഞാൽ കല്ലാമയുണ്ട്, നീലമാങ്ങയുണ്ട്, പിന്നെ സപ്പോട്ടയുണ്ട്, സിന്ദൂരമുണ്ട്. ഈ 4 ഐറ്റം. ഇതിനകത്ത് ഇപ്പൊ ഓറഞ്ച് ഇതിപ്പോ നിങ്ങളുടെ ഇത് തന്നെ വേറെ ഐറ്റംസ് ഇല്ല? ഈ ആപ്പിളിൽ തന്നെ വേറെ ഐറ്റംസ് ഉണ്ട്? ആപ്പിൾ തന്നെ 3 ഐറ്റംസ് ഉണ്ട്. ഓക്കെ. 3 ഐറ്റം. ആപ്പിൾ ഉണ്ട്, ഇറാനുണ്ട്. ഇറാൻ ആപ്പിൾ എന്ന് പറഞ്ഞ ഇതാണോ ആ പച്ച നിറത്തിലുള്ള ആപ്പിൾ? ഓസ്ട്രേലിയ ആപ്പിൾ. ഓക്കെ. ഇതിന്റെ എല്ലാം വിലഭാഗങ്ങള് ആപ്പിള് ഇവിടെ വിൽക്കുന്നത് 240, 220, 200 രൂപയ്ക്കൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത്. നമ്മളെ മറ്റുള്ള കടയിലും ടൗണിലേക്കാളിലേക്ക് 10-20 രൂപ, 10 രൂപ, 20 രൂപ വെച്ചാണ് കിലോ പുറത്ത് നമ്മൾ കുറച്ചാണ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ സുഹൃത്തുക്കളെ എല്ലാവർക്കും അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് അടുക്കളമൂല എന്ന സ്ഥലത്ത് അബ്ദുള്ള കുട്ടി എന്ന അദ്ദേഹത്തിന്റെ കടയിലാണ്. ഈ കടയുടെ പേര് പ്രവാസി കുലുക്കി സർബത്ത് എന്നാണ്. ഇദ്ദേഹത്തിന്റെ അതെന്താണ് പ്രവാസി കുലുക്കി സർബത്ത് പേരിടാൻ കാരണം? പ്രവാസി എന്ന് പറഞ്ഞാൽ ഈ പ്രവാസിയോട് വലിയ സ്നേഹമാണ്, ഇഷ്ടമെന്ന് പറഞ്ഞാൽ എനിക്ക് എൽവിപ്പാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രവാസിയോട് ഇഷ്ടമാണ്. പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ? ഇഷ്ടമുണ്ട്. അപ്പൊ അവരുടെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ്. മാത്രമല്ല ഇപ്പൊ ഈ അഞ്ചൽ പുല്ലൂരിനകത്ത് വെച്ച് പ്രവാസി എന്നുള്ളൊരു മറ്റുള്ള ഒരു സ്ഥാപനം ഒരു പേരൊന്നും ഇല്ലാത്തതുകൊണ്ടും ഓക്കെ. അതെ, പ്രവാസി തട്ടുകടാനാണ് ആദ്യമായിട്ട് പ്രവാസി ഫ്രൂട്ട്സ് ആൻഡ് സ്റ്റേ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങള് പിന്നെ വെള്ളവും ഇതെല്ലാം കൊടുക്കുന്നുണ്ട്? കുലുക്കി സർബത്ത് അങ്ങനെയുള്ള പല ഐറ്റംസ്. ഓക്കെ. ഓക്കെ. അപ്പം സുഹൃത്തുക്കളെ, അപ്പൊ എല്ലാവരും നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അടുക്കളമൂല എന്ന് പറഞ്ഞ ജംഗ്ഷൻ തൊട്ടപ്പുറത്താണ്. ഒരു 100 മീറ്റർ ദൂരം മാത്രമാണ് ഈ കടയുടെ ദൂരം. അപ്പൊ നിങ്ങൾക്ക് വരുന്നവർ ഇനിയും ഇവിടെ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കടയിൽ വരിക. ന്യായമായ വിലയ്ക്ക് നിങ്ങൾക്ക് സാധനങ്ങൾ പുനലൂരിൽ നിന്നും 2.5 കിലോമീറ്റർ ദൂരെയാണ് ഈ കട. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ന്യായമായ വിലയ്ക്ക് നിങ്ങൾക്ക് ഈ സാധനം കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുക. ഇദ്ദേഹം കട തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. കുറച്ചു നേരത്തെ മുന്നിലായിട്ടാണ് കട എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് അവർ ഇങ്ങോട്ടൊരു മാറ്റം കൊണ്ടുവരികയും ഇവിടെ പുതിയതായിട്ട് ആരംഭിക്കുകയും ചെയ്തു. അപ്പൊ എല്ലാവരും വരിക, സഹകരിക്കുക. ഈ മനുഷ്യനും ഒരു ഉപജീവന മാർഗമായിട്ട് ഇരിക്കുന്നതാണ്. അവർക്കും കാരണം ഇവിടെ ഏറ്റവും ന്യായമായ വിലയ്ക്ക് കൊടുക്കുന്ന ഏക ഒരു സ്ഥാപനം ഞാൻ പുനലൂരിൽ നിന്ന് ഈ ആയൂരിനിടയ്ക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും ന്യായമായ വിലയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥാപനം ഇത് മാത്രമാണ്. അപ്പം ശരി, ഓക്കെ, കണ്ടത് സന്തോഷം. ഓക്കെ, എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഓക്കെ, ബൈ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഒന്നുകൂടി ഇതിൻ്റെ ലൊക്കേഷൻ പറയാം. ഇത് അടുക്കളമൂല ജംഗ്ഷനിലെ ലൂർദ് മാതാ ചർച്ചിന് എതിർവശത്തായിട്ടാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒരു ഉപജീവന മാർഗമായിട്ട് ഇരിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ കടയിൽ വന്ന് സാധനങ്ങൾ മേടിച്ച് സഹകരിക്കുക. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത് തിരുവനന്തപുരത്ത് നിന്ന് പുനലൂർ വഴി കടന്നു പോകുന്ന മലയോര ഹൈവേയിലാണ് ഇതുള്ളത്. പുനലൂരിൽ നിന്ന് 2.5 കിലോമീറ്റർ ദൂരെയും കരവാളൂരിൽ നിന്നും 2.5 കിലോമീറ്റർ ദൂരെയാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്.